എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബീന എന്നാണ്. റേച്ചൽ ടീച്ചർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയായിരുന്നു. PGMHS വെച്ച് അന്ന് 8ാം ക്ലാസ്സിൽ ഞങ്ങളുടെ കണക്ക് അധ്യാപികയും ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും റേച്ചൽ ടീച്ചർ തന്നെയായിരുന്നു. സാധാരണ എല്ലാ കുട്ടികളും ഭയത്തോടു കൂടി കാണുന്ന മാത്സ് വളരെ സിമ്പിളായി ഞങ്ങൾ ആ വിഷയത്തെ സ്നേഹിച്ചു തുടങ്ങിയത് ടീച്ചർ പഠിപ്പിച്ചതിന് ശേഷമാണ്. ടീച്ചറോട് എന്തും, അത് സ്കൂളിലെ കാര്യമാകട്ടെ നമ്മുടെ വ്യക്തിപരമായ കാര്യമാകട്ടെ, തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ടീച്ചർ എല്ലാ കാര്യങ്ങളും ടീച്ചർ നന്നായി നമ്മളെ കേൾക്കുമായിരുന്നു. നമ്മളുടെ എന്ത് പ്രശ്നങ്ങളും ടീച്ചർ ശ്രദ്ധയോടെ കേൾക്കുകയും ഉചിതമായ ഉപദേശം തരികയും ചെയ്യുമായിരുന്നു. ടീച്ചർ ക്ലാസ്സിൽ വന്നിരുന്നതും അങ്ങനെ തന്നെയാണ്. വളരെ വൃത്തിയായി ഡ്രസ്സ് ചെയ്ത് മുടി ഉയർത്തിക്കെട്ടി ഒരു പ്രൊഫഷണൽ സ്റ്റൈലോടുകൂടിയായിരുന്നു ടീച്ചർ ക്ലാസ്സിൽ വന്നിരുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്ന അന്ന് ഞങ്ങൾക്ക് ഈ ഒരു അധ്യാപിക എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കി തന്ന ടീച്ചറായിരുന്നു. ഒരമ്മയുടെ വാത്സല്യവും അതേസമയം സ്ട്രിക്റ്റായ ഒരു അധ്യാപികയും ആയിരുന്നു ടീച്ചർ ഒരേ സമയം. അതുകൊണ്ട് തന്നെ വേറെ ഏത് വിഷയം ഉഴപ്പിയാലും ഞങ്ങൾ മാത്സ് വളരെ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ടീച്ചർ മെറ്റേണിറ്റി ലീവിന് പോയ സമയമാണ്. വല്ലാത്ത വിഷമമായിരുന്നു ഞങ്ങൾക്കെല്ലാം അന്ന്. ഇനി കുറേ നാൾ, ഒരു നീണ്ട അവധിക്കാലം ടീച്ചറെ കാണാതെ ഇരിക്കുന്നത് ഞങ്ങൾക്കെന്തോ ഒരു അനാഥത്വമാണെന്ന് തോന്നിയിരുന്നത്. പക്ഷേ അതിനും ടീച്ചർ തന്നെ ഒരു സൊല്യൂഷൻ കാണിച്ചു തന്നു. നിങ്ങൾ ക്ലാസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കത്തെഴുതി എന്നെ അറിയിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു. പിന്നീട് കത്തെഴുതാൻ ഞങ്ങൾ പിള്ളേർ തമ്മിൽ വലിയ മത്സരമായിരുന്നു. ടീച്ചർ ഞങ്ങൾക്ക് മറുപടിയും കൃത്യമായി അയക്കുമായിരുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കത്ത് കിട്ടുക എന്നത് ഒരു വലിയ സംഭവമായിരുന്നു അന്ന്. ടീച്ചർ വർഷങ്ങൾ ഒരുപാട് കടന്നു പോയെങ്കിലും അതേ മനസ്സോടെ ഞങ്ങൾ ഇന്നും ടീച്ചറെ ഓർക്കുന്നു. എല്ലാ അധ്യാപക ദിനത്തിലും ടീച്ചറെ ഞാൻ വിളിക്കാറുണ്ട്. ചില സമയത്തൊക്കെ കിട്ടാറുമുണ്ട്. വളരെ സന്തോഷത്തോടെ ടീച്ചറോട് കുറേ സമയം സംസാരിക്കാറുമുണ്ട്. ഈ അടുത്ത 1-2 പ്രാവശ്യം ടീച്ചറെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ മക്കളോടും ഞാൻ ടീച്ചറെക്കുറിച്ച് വളരെ കാര്യമായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. ടീച്ചർ, ഇത് റേച്ചൽ ടീച്ചർ, അമ്മ പറയാറുള്ള ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ 2 മക്കളും ടീച്ചറുടെ കാല് തൊട്ട് വന്നിച്ചു. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ് അവരുടെ മനസ്സിൽ ടീച്ചറെക്കുറിച്ച് ഇങ്ങനെയൊരു ഇമേജ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയല്ലോ. ടീച്ചർക്ക് 80 വയസ്സ് പൂർത്തിയായി. ടീച്ചറുടെ 80ാമത് പിറന്നാളാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ടീച്ചർക്ക് ഒരുപാട് ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാ സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ. ടീച്ചർ ഇനിയും കുറേ കാലം കൂടി ആരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ടീച്ചർക്ക് ഉള്ള എല്ലാ സ്നേഹവും ഞാൻ തരുന്നു. ടീച്ചറുടെ മനസ്സിൽ ഇന്നും എന്നും ഒരേപോലെ ഞങ്ങളുടെ മനസ്സിൽ എന്നും ടീച്ചർ ഉണ്ടായിരിക്കും. നമസ്കാരം. ഞാൻ ശ്രീലത. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയാണ് റേച്ചൽ ടീച്ചർ. ഞാൻ PGMൽ 8ാം ക്ലാസ്സിൽ വന്നപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറും മാത്സ് ടീച്ചറും റേച്ചൽ ടീച്ചറായിരുന്നു. എന്നെ നിരവധി അധ്യാപികമാർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ടീച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന മുഖവും പേരും റേച്ചൽ ടീച്ചറിൻ്റെയാണ്. ടീച്ചർ ഞങ്ങളെ ഒരു അധ്യാപിക മാത്രമായിരുന്നില്ല, ഒരു അമ്മ കൂടിയായിരുന്നു. ടീച്ചർ അതുപോലെയാണ് കുട്ടികളുടെ അടുത്ത് പെരുമാറിയിരുന്നത്. ടീച്ചർ മെറ്റേണിറ്റി ലീവിന് പോയ സമയം എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ ടീച്ചറിന് അതാത് ദിവസത്തെ കാര്യങ്ങൾ കാണിച്ച് കത്തെഴുതുമായിരുന്നു. അതുപോലെ തന്നെ ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ ടീച്ചർ എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി അപ്പവും മീൻകറിയൊക്കെ കൂട്ടി തന്നു. ആ മീൻകറിയുടെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൽ നിന്ന് മറഞ്ഞിട്ടില്ല. അതുപോലെ ടീച്ചറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു അധ്യാപിക എങ്ങനെയാകണം, അതുപോലെ എങ്ങനെ കുട്ടികളുടെ അടുത്ത് പെരുമാറണം എന്നൊക്കെ എനിക്ക് നന്നായി ഞാൻ മനസ്സിലാക്കിയത് ടീച്ചറിലൂടെയാണ്. അത് കണ്ടപ്പോൾ എനിക്കും ഒരധ്യാപികയായാൽ കൊള്ളാമെന്നുള്ള മോഹം ഉണ്ടാവുകയും ഞാനും ഒരധ്യാപികയായി
ടീച്ചറിനോടൊപ്പം തന്നെ ആ സ്കൂളിൽ ജോലി ചെയ്യാൻ എനിക്കുള്ള ഭാഗ്യവും കിട്ടി. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ ടീച്ചറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ടീച്ചറെ ഞാൻ സെൻറ് ഓഫിന് വിളിച്ച സമയത്ത് ടീച്ചർ അവിടെ വരികയും ഞാൻ പണ്ട് ടീച്ചറിന് എഴുതിയ കത്തിലെ വിവരങ്ങൾ അവിടെ പറയുകയും ചെയ്തു. സത്യത്തിൽ ആ മുഹൂർത്തം എനിക്ക് വളരെ ഒരു സന്തോഷം നൽകിയ മുഹൂർത്തമായിരുന്നു. മറ്റ് ടീച്ചർമാരും എൻ്റെ അടുത്ത് പറഞ്ഞു, റേച്ചൽ ടീച്ചർ അത് ഓർത്തിരുന്ന് പറഞ്ഞല്ലോ എന്ന്. എന്നുവെച്ചാൽ അത്ര അടുത്ത ഒരു ബന്ധമാണ് എനിക്ക് ടീച്ചറുമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ടീച്ചർ എന്നെ കാണുമ്പോൾ ആ കെട്ടി ചേർത്ത് പിടിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ 8ാം ക്ലാസ്സിലെ ഒരു കുട്ടിയായി മാറും. അത് പറയുമ്പോഴത്തെ ആ ഫീൽ ഇപ്പോഴും ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ടീച്ചറിൻ്റെ ചുറുചുറുക്കും ഡ്രസ്സിങ്ങും, വളരെ നീറ്റായിട്ടുള്ള ആ ഡ്രസ്സിങ്, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു ടീച്ചറിന് ഒരു കുട്ടിയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ആ ചുറിയൂർക്കും ആ ചെറുപ്പവും ടീച്ചറിന് ഇപ്പോഴും ടീച്ചർ കാത്തു പോകുന്നുണ്ട്. അതുപോലെ അത് ഇനിയും അത് നിലനിർത്താൻ ജഗദീശ്വരൻ ടീച്ചറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടീച്ചറിൻ്റെ ജന്മദിനമാണെന്നറിഞ്ഞു, വളരെ സന്തോഷം. ആ ടീച്ചറിൻ്റെ ജന്മദിനത്തിന് എൻ്റെ എല്ലാവിധ നന്മകളും നേരുന്നു. ജഗദീശ്വരൻ ടീച്ചറിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു. സ്കൂൾ ജീവിതം ഓർമ്മയിൽ വരുമ്പോൾ ആദ്യമായിട്ട് ഓർക്കുന്ന പേരാണ് എൻ്റെ പ്രിയങ്കരിയായ റേച്ചൽ ടീച്ചറിൻ്റേത്. ഒരു ടീച്ചറിൻ്റെയും ചേച്ചിയുടെയും അമ്മയുടെയും സ്നേഹവായ്പകൾ പകർന്നു തന്ന് എൻ്റെ സ്കൂൾ ജീവിതം കളർഫുള്ളാക്കി തന്നതിന് ആയിരം നന്ദിയുണ്ട്. ഈ 80ാം വയസ്സിൻ്റെ നിറവിൽ ടീച്ചറിന് ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. റേച്ചൽ ടീച്ചറിനെ ഞാൻ പരിചയപ്പെടുന്നത്, ഞാൻ ആ പറക്കോട് PGM സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നെങ്കിലും ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ കാലയളവിൽ എനിക്ക് കാര്യമായി ടീച്ചറിനോട് എന്നെപ്പറ്റി അറിവോ പരിചയമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞാനും ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഏബ്രഹാം സാർ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കയറിയെങ്കിലും ജോലി ചെയ്യാൻ സാഹചര്യമുണ്ടായി. ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു 33 വർഷം BSI കോർപ്പറേഷനിൽ ജോയിൻ ചെയ്തത്. ആ സമയത്ത് അടൂർ ബ്രാഞ്ച് ഓഫീസിൻ്റെ മാനേജറായിരുന്നു ഏബ്രഹാം സാർ. എൻ്റെ നാട്ടിലെ ബ്രാഞ്ചിൻ്റെ മാനേജറായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടതും ഏബ്രഹാം സാറിനെ തന്നെയാണ്. പിന്നീട് ഞാൻ നാട്ടിൽ വന്നു. സാറിൻ്റെ പിൻഗാമിയായിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനിടയായി. ഞങ്ങൾ രണ്ടുപേരും ആ സമയത്ത് ESI ഇൻസ്പെക്ടേഴ്സായിരുന്നു, മാനേജേഴ്സായിരുന്നു. നിയമവിരുദ്ധമായിട്ടൊക്കെ പണം സമ്പാദിക്കാൻ ഒരുപാട് സാഹചര്യമുള്ളൊരു ഓർഗനൈസേഷൻ, ഒരു ജോലിയൊക്കെ ആയിരുന്നു ഞങ്ങളുടേത്. ഞാൻ പൊതുവിൽ അതിൽ നിന്നൊക്കെ വിട്ടു നിന്നതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ സത്യസന്ധനാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് സാറിനെ പറ്റി ഈ നാട്ടിൽ വന്നതിന് ശേഷം എന്നെക്കാളൊക്കെ വളരെ ശ്രേഷ്ഠമായ നിലയിൽ, വളരെ സത്യസന്ധനായി, വളരെ കഠിനാധ്വാനിയായി എബ്രഹാം സാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നെനിക്ക് മനസ്സിലായത്. അപ്പോഴത്തേക്കൊക്കെ സാർ പിന്നീട് റിട്ടയറൊക്കെ ആയി. എങ്കിലും ഇന്ന് റിട്ടയർമെൻറ്റിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ എപ്പോഴും എന്നെ വിളിക്കുന്ന ഒരു പ്രത്യേക നേച്ചർ സാറിനുണ്ട്. റിട്ടയർഡായിട്ടുള്ള മറ്റാൾക്കാരും അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കാണുന്നുമില്ല. ഈ കാരണം കൊണ്ട് തന്നെ നാളുകളായി ടീച്ചറിൻ്റെ കുടുംബമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. ആ ഭവനത്തിലൊക്കെ പലപ്പോഴും കടന്നു പോകാറുണ്ട്. ഞാനും ടീച്ചറുമായിട്ടൊക്കെ ഈ പല വിഷയങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് ടീച്ചർ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളോടൊക്കെ ഞാൻ ടീച്ചറിനെ പറ്റിയൊക്കെ സംസാരിക്കുക, അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ടീച്ചറും വളരെയധികം ആത്മാർത്ഥമായി തൻ്റെ ജോലി നിർവഹിച്ച പറക്കോട് PGMHSൻ്റെ ഒരു അഭിമാനമായിരുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ അതിനപ്പുറമായിട്ട് ഇത്ര നിരയിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, തൊഴിലാളികൾക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം എബ്രഹാം സാറിനെ സജ്ജമാക്കിയത്, ശക്തീകരിച്ചത് ഒരളവ് വരെ തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ കരങ്ങളാണ്. അതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ടീച്ചറിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും സർവേശ്വരൻ ആയുസ്സും ആരോഗ്യവും ടീച്ചറിനും എബ്രഹാം സാറിന് നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.
ഈശോനെ അറിയാൻ എനിക്കൊരു മുഖാന്തരമായത് എന്നെ പഠിപ്പിച്ചതുമായ എന്നെ ഒരു വഴികാട്ടിയുമായിരുന്ന റേച്ചൽ ടീച്ചറിന് എൻ്റെ പേരിലുള്ള ജന്മദിനാശംസകൾ നേരുന്നു. പഠന കാലഘട്ടം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ സുന്ദരമായ ഒരു കാലഘട്ടമാണ്. ഈ കാലയളവിൽ നമ്മളെ ധാരാളം അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ചില അധ്യാപകരുടെ മുഖങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മുഖമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട റേച്ചൽ ടീച്ചറുടേത്. എപ്പോഴും ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ മാത്രം സംസാരിക്കുന്ന, പഠനത്തിൽ ഉഴപ്പുമ്പോഴും സ്നേഹത്തോടെ മാത്രം ശാസിച്ചിരുന്ന ടീച്ചർക്ക് ഇന്ന് ജീവിതത്തിൻ്റെ 8 ദശാബ്ദങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ടീച്ചർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 ജന്മദിന ആശംസകൾ നേരുന്നു. തുടർന്നും ആയുസ്സും ആരോഗ്യവും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ടീച്ചർക്ക് എൻ്റെ പുതുവത്സര ആശംസകൾ കൂടി നേരുന്നു. 80-ാം വയസ്സിലേക്ക് കടക്കുന്ന ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നമസ്കാരം ടീച്ചർ. 80-ാം വയസ്സിലേക്ക് കടക്കുന്ന ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ടീച്ചറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് 8-ലും 9-ലും 10-ലും ടീച്ചർ തന്നെയായിരുന്നു ക്ലാസ് ടീച്ചർ. ശരിക്കും ഞങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ് ടീച്ചർ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു റോൾ മോഡലായിരുന്നു ടീച്ചർ. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. നല്ല വെൽ ഡ്രസ്ഡായിട്ട്, നല്ല സ്ലിം ബ്യൂട്ടിയായിട്ട്, മിക്കവാറും എല്ലാം മാത്സിൻ്റെ പീരീഡ് ഫസ്റ്റ് പീരീഡായിരിക്കും വരും. ആ സമയത്ത് ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളെ എന്നൊരു വിളിയുണ്ടായിരുന്നു. അത് ശരിക്കും ഞങ്ങളുടെ ഹൃദയത്തിലാണ് പൊതിഞ്ഞത്. അത് ഞാൻ എൻ്റെ അധ്യാപക ജീവിതത്തിലും വളരെയധികം അതിനെ ഫോളോ ചെയ്തിരുന്നു. 80 വയസ്സ് ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് ടീച്ചർ. ശരിക്കും 80 വയസ്സാകുന്നു എന്ന് വിശ്വസിക്കാനേ വയ്യ. എങ്കിലും 80-ാം വയസ്സിലേക്ക് കടക്കുന്നു. ടീച്ചറിന് എല്ലാ ഐശ്വര്യവും ആരോഗ്യവും നൽകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ സാറിനെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. നമസ്കാരം. എൻ്റെ വളരെ പ്രിയപ്പെട്ട ഗുരുനാഥയ്ക്ക് ഈ 80-ാം പിറന്നാൾ പുതുമയുള്ളതാകട്ടെ. ആ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും നന്മകളും ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടാവാൻ ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗുഡ് മോർണിംഗ് എവരിബഡി. റേച്ചൽ ടീച്ചറിനെ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. ടീച്ചറിൻ്റെ വാക്കുകൾ എന്നും എനിക്ക് പ്രചോദനം തന്നിട്ട്. ഈശോനെ അറിയാൻ എനിക്കൊരു മുഖാന്തരമായത് എന്നെ പഠിപ്പിച്ചതുമായ എന്നെ ഒരു വഴികാട്ടിയുമായിരുന്ന റേച്ചൽ ടീച്ചറിന് എൻ്റെ പേരിലുള്ള ജന്മദിനാശംസകൾ നേരുന്നു. ആശ്രയം